OnePlusന്റെ 9 സീരീസ് ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. OnePlus 9 സീരീസിൽ 3 ഫോണുകൾ വരുന്നുണ്ട്. OnePlus 9, OnePlus 9 Pro, പിന്നെ OnePlus 9R. ഇതിൽ OnePlus 9R അതുപോലെ തന്നെ OnePlus 9 എന്നീ ഫോണുകളെ പറ്റിയിട്ടുള്ള വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ മുകളിൽ ഐ ബട്ടണിലും ആ വീഡിയോസിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് OnePlus 9 Pro എന്ന ഫോണിൻ്റെ വിശേഷങ്ങളാണ്. അതിനു മുമ്പ് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്ത് വരുന്ന ഒരു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ആദ്യം നമ്മൾ ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെങ്കിൽ OnePlus 9 Proയിൽ 6.7 ഇഞ്ചിൻ്റെ Quad HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ ഈ ഫോണിൽ LTPO ഡിസ്പ്ലേ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. E4 AMOLED ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ വരുന്നത്. ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേ കമ്പനി ഫ്ലൂയിഡ് ഡിസ്പ്ലേ 2.0 എന്നാണ് വിളിക്കുന്നത്. പിന്നെ ഡിസ്പ്ലേയിൽ HDR10+ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ MEMC എന്നുള്ള ടെക്നോളജി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് വരുന്നത്. പഞ്ചോൾ ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. പഞ്ചോൾ വരുന്നത് ടോപ്പ് ലെഫ്റ്റ് ഭാഗത്തായിട്ടാണ്. 20:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഫോണിൽ പ്ലേ ചെയ്യുന്ന കണ്ടൻസിനനുസരിച്ചിട്ട് റിഫ്രഷ് റേറ്റ് 1 ഹെർട്സിൻ്റെയും അതുപോലെ തന്നെ 120 ഹെർട്സിൻ്റെയും ഇടയിലായിട്ട് അഡ്ജസ്റ്റ് ആവും. പിന്നെ ഈ ഫോണിൽ 10-bit കളർ ഡെപ്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ ഹൈപ്പർ ടച്ച് എന്നുള്ള ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. ഇത് ഗെയിമിങ്ങിലൊക്കെ യൂസ്ഫുൾ ആയിരിക്കും. ഈ ഒരു ഫീച്ചർ വഴി നമ്മുടെ ടച്ചൊക്കെ വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ഫോൺ റെക്കഗ്നൈസ് ചെയ്യും. പിന്നെ ഫോണിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 1300 nits ആണ്. പിന്നെ ഈ ഫോണിൽ സൂപ്പർ വീഡിയോ റെസൊല്യൂഷൻ എന്നുള്ള ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. അതായത് ഇൻസ്റ്റാഗ്രാം, സ്നാപ്ചാറ്റ് ഇതുപോലുള്ള ആപ്പുകളിലൊക്കെ വീഡിയോസ് പ്ലേ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ക്വാളിറ്റി ബെറ്റർ ആക്കും. പിന്നെ ഈ ഫോണിൻ്റെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേയിൽ കൊടുത്തിട്ടുണ്ട്. വൺ ഓഫ് ദി ബെസ്റ്റ് ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഫോണിൽ വരുന്നത്. പിന്നെ ഡിസ്പ്ലേ മേറ്റിൻ്റെ A+ റേറ്റിംഗും ഈ ഫോണിന് കിട്ടിയിട്ടുണ്ട് ഡിസ്പ്ലേക്ക്. പിന്നെ ഈ ഫോണിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസർ കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ ബാക്കിൽ ഗ്ലാസ് ബാക്ക് ബോഡിയാണ് വരുന്നത്. ഫോണിൻ്റെ ബാക്കിൽ റെക്ടാങ്കുലർ ഡിസൈനിലുള്ള ക്യാമറ മോഡ്യൂൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 197 ഗ്രാമാണ്. അതുപോലെ തന്നെ തിക്നെസ് വരുന്നത് 8.7 mm ആണ്. പിന്നെ ഈ ഫോണിൻ്റെ 3 കളർ വേരിയൻസ് ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. മോർണിംഗ് മിസ്റ്റ്, പൈൻ ഗ്രീൻ, പിന്നെ സ്റ്റെല്ലാർ ബ്ലാക്ക്. പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 888 എന്ന പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഇപ്പോൾ സ്നാപ്ഡ്രാഗണിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണിത്. അപ്പം ബെസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും. പിന്നെ ഈ ഒരു പ്രോസസ്സറിൽ 5G ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോണിൻ്റെ 2 വെർഷൻസ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൽ ബേസ് വേരിയൻറ്റിൽ 8GB റാമും 128GB ഇൻറ്റേർണലുമാണ് വരുന്നത്. പിന്നെ 12GB റാമും 256GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. LPDDR5ൻ്റെ റാമാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. UFS 3.1 സ്റ്റോറേജ് ടൈപ്പുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ഈ ഫോണിൽ മെമ്മറി കാർഡ് സ്ലോട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് മെമ്മറി എക്സ്പാൻഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈ ഫോണിൽ Wi-Fi 6 എന്നുള്ള ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ Bluetooth 5.2 വരുന്നുണ്ട്. പിന്നെ ഫോണൊന്നും പെട്ടെന്ന് ഹീറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് കൂൾ പ്ലേ എന്നുള്ള ഫീച്ചറൊക്കെ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൽ NFC സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡോൾബി അറ്റ്മോസിൻ്റെ സൗണ്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോണിൽ 3.5 mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടില്ല. ആൻഡ്രോയിഡ് 11 ബേസ് ചെയ്തിട്ടുള്ള ഓക്സിജൻ വോയിസ് സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് OnePlus 9ഉം അതുപോലെ തന്നെ OnePlus 9 Proയും ഹാസൽബ്ലാഡുമായിട്ട് പാർട്ട്ണർഷിപ്പ് ചെയ്തിട്ടുണ്ട്. OnePlus 9 Proയുടെ പിന്നിൽ 4 ക്യാമറ സെൻസേഴ്സാണ് വരുന്നത്. 48 മെഗാപിക്സലിൻ്റെ f1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ സെൻസറാണ് വരുന്നത്. ഇത് സോണി IMX789ൻ്റെ സെൻസറാണ്. സെൻസർ സൈസ് വരുന്നത് 1/1.43 ഇഞ്ചാണ്. ഇതിൽ OS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ 50 മെഗാപിക്സലിൻ്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. ഇത് സോണി IMX766ൻ്റെ സെൻസറാണ്. പിന്നെ ഈ ഒരു സെൻസർ വെച്ചിട്ട് മാക്രോ ഫോട്ടോസും ക്ലിക്ക് ചെയ്യാൻ പറ്റും. പിന്നെ മൂന്നാമത് 8 മെഗാപിക്സലിൻ്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന ടെലിഫോട്ടോ ലെൻസ് വരുന്നുണ്ട്. ഇതിൽ 3.3x ഒപ്റ്റിക്കൽ സൂം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 30x ഡിജിറ്റൽ സൂമും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു സെൻസറിലും OS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നാലാമത് 2 മെഗാപിക്സലിൻ്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന മോണോക്രോം ലെൻസ് വരുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ 8K 30fps വീഡിയോ റെക്കോർഡിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 4K 120fps വീഡിയോ റെക്കോർഡിംഗും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ലോ ലൈറ്റ് പെർഫോമൻസ് ഒക്കെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് നൈറ്റ് സ്കേപ്പ് വീഡിയോ 2.0 പോലുള്ള ഫീച്ചേഴ്സൊക്കെ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ 16 മെഗാപിക്സലിൻ്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറയാണ് വരുന്നത്. ഇത് സോണി IMX471ൻ്റെ സെൻസറാണ്. പിന്നെ ഈ ഫോണിൽ 4500 mAhൻ്റെ ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 65 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കമ്പനി അവകാശപ്പെടുന്നത് ഏകദേശം 29 മിനിറ്റ് കൊണ്ട് തന്നെ ഈ ഫോൺ ഫുള്ളായിട്ട് ചാർജ് ചെയ്യാമെന്നാണ്. പിന്നെ ഈ ഫോണിൽ Type-C ചാർജിംഗ് പോർട്ടാണ് വരുന്നത്. പിന്നെ ഈ ഫോണിൽ 50 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കമ്പനി അവകാശപ്പെടുന്നത് വയർലെസ് ചാർജിങ് ഉപയോഗിച്ചിട്ട് ഏകദേശം 43 മിനിറ്റ് കൊണ്ട് തന്നെ ഈ ഫോൺ ഫുള്ളായിട്ട് ചാർജ് ചെയ്യാമെന്നാണ്. പിന്നെ വിലയുടെ കാര്യം നോക്കുകയാണെങ്കിൽ
8GB റാം വെർഷൻ്റെ വില വരുന്നത് 64,999 രൂപയാണ്. 12GB റാം വെർഷൻ്റെ വില വരുന്നത് 69,999 രൂപയാണ്. ആമസോൺ വഴിയാണ് ഈ ഫോണിൻ്റെ സെയിൽ നടക്കുന്നത്. അപ്പോൾ ഓവറോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ OnePlus 9 Proയിൽ വളരെ മികച്ച ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ക്വാഡ് HD റെസൊല്യൂഷന്, കേർവ്ഡ് ഡിസ്പ്ലേ, 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ്, LTPO ഡിസ്പ്ലേ, ഇങ്ങനെ കുറേ ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോഴും ഇപ്പോൾ ഉള്ള ബെസ്റ്റ് പ്രോസസ്സറും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഫോണിൽ വരുന്നത്. അതുപോലെ തന്നെ ക്യാമറയുടെ കാര്യത്തിലും ഓൺ പേപ്പർ നല്ല സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ബാറ്ററിയുടെ കാര്യത്തിലും അത്യാവശ്യം നല്ല ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും അതുപോലെ തന്നെ വയർലെസ് ചാർജിങ് ഫീച്ചറും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും OnePlus 9 Pro എന്ന ഫോണിൽ വരുന്നുണ്ട്. പക്ഷേ വിലയുടെ കാര്യത്തിലോട്ട് വരുമ്പം OnePlus ഇപ്പം പഴയതുപോലെ ഒരു ഫ്ലാഗ്ഷിപ്പ് കില്ലർ ഫോണൊന്നുമല്ല, ശരിക്കും ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോൺ തന്നെയായി മാറിയിട്ടുണ്ട്. OnePlus 9 Pro അത്രയും അഗ്രസീവായിട്ടൊന്നുമല്ല പ്രൈസ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല വിലയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും വലിയ തരക്കേടില്ല എന്നൊക്കെ പറയാം, കാരണം അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.